കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി. പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിലാണ് 3 ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. MLA ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിലുള്ളത്. ഇതുവരെ കേസെടുത്തിട്ടില്ല. മുഖ്യമന്ത്രിക്കും വനം വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ വ്യക്തമാക്കി. അവധി പോലും എടുക്കാതെ ജോലി ചെയ്യുന്നവരാണ് വനപാലകരെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി R. ദിൻഷ് പറയും. കോന്നി പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട വൻകിട വ്യാപാരിയുടെ കൈതച്ചക്ക തോട്ടത്തിലേക്ക് നിരന്തരം ആന കയറുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തോട്ടക്കാരൻ അല്ലെങ്കിൽ ആ മുതലാളിയുടെ നിർദ്ദേശാനുസരണം സാധാരണ സൗരോർജ്ജ വേലിയിൽ നിന്ന് വ്യത്യസ്തമായി വൈദ്യുതി നേരിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ കാട്ടാന കറണ്ടടിച്ച് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ആളും അയാളോടൊപ്പം ദിവസങ്ങളോളം താമസിച്ചിരുന്ന ഈ കുറ്റകൃത്യത്തിൻ്റെ കൂടെ ദൃസാക്ഷിയായിട്ടുള്ള ആളിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുവാനായി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ തന്നെയാണ് അവിടെ വന്നത്. തുടർന്ന് ഈ ചോദ്യം ചെയ്യുന്ന ആ വിശദാംശങ്ങൾ തേടുന്ന സാഹചര്യത്തിലാണ് ഈ ദൗർഭാഗ്യകരമായ അന്തരീക്ഷമുണ്ടായത്. ഞങ്ങൾ 24 മണിക്കൂറും ഞങ്ങളുടെ അവധി പോലും ഒഴിവാക്കി ഞങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന റെസ്റ്റ് പോലും കളഞ്ഞ് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ തിരികെ കാറ്റിലേക്ക് കയറ്റുവാനായിട്ട് അഹോരാത്രം പണിപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനുഷ്യ-വന്യജീവി സംഘർഷം ലഘൂകരിക്കലെന്ന് പറയുന്ന ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വനസംരക്ഷണ വിഭാഗം ജീവനക്കാർക്കെതിരെ ഇങ്ങനെ വ്യാപകമായി ഉണ്ടാകുന്ന ജോലിക്ക് സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ്റെ അഭിപ്രായം. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങളുമായി. പ്രവീൺ, MLAക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഉദ്യോഗസ്ഥർ വിശദാംശങ്ങൾ എന്താണ്? പരാതിയുടെ ഉള്ളടക്കം എന്താണ്? അഭിനീത, കഴിഞ്ഞ ദിവസം കോന്നി MLA KU ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തി വനപാലകരെ ഭീഷണിപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായിരുന്നു. അത് വിവാദവും ആയിരുന്നു. പ്രധാനമായും അവിടെ കോന്നിയിൽ കുളത്തുർമണ്ട എന്ന സ്ഥലത്ത് കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും വനപാലകർ കസ്റ്റഡിയിലെടുത്തിരുന്നു. അത് ചോദ്യം ചെയ്യവേ അത് തുടരുന്നതിനിടെയാണ് കോന്നി MLA KU ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയും അകാരണമായാണ് ഇങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തത്. തുടർന്ന് നക്സൽ വീണ്ടും വരുമെന്നും ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കുമെന്നും അങ്ങനെ 2 വാക്കുകൾ കൂടി കോന്നി MLA KU ജനീഷ് കുമാർ പ്രയോഗിച്ചിരുന്നു. ഇതാണ് ഏറെ വിവാദമായത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും 3 പരാതികളാണ് ഇപ്പോൾ കൂടൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് കോന്നി MLA KU ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വരികയും തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം കോന്നി MLA KU ജനീഷ് കുമാർ തടസ്സപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 3 പരാതികൾ കൂടൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കൂടൽ പോലീസ് ഈ ഒരു പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. അതേസമയം വലിയ പ്രതിഷേധവുമായി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷനും രംഗത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് അതിന്റെ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത് ഉണ്ടല്ലോ. MLAയോട് നമ്മൾ സംസാരിക്കുമ്പോൾ MLA ആയാലും CPM ആയാലും ഉയർത്തുന്ന മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അവിടെ കസ്റ്റഡിയൊക്കെ അനധികൃതമായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിലെന്താണ് ഈ അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്? കോന്നി MLA KU ജനീഷ് കുമാറും ഒപ്പം തന്നെ ആ പ്രദേശവാസികൾ എല്ലാവരും പറയുന്നത് കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് കോന്നി MLA KU ജനീഷ് കുമാർ അവിടെ അങ്ങനെ ഒരു സംസാരം നടത്തിയതെന്നാണ് ജനങ്ങളുടെ ഒരു പ്രതികരണമായി വന്നിരിക്കുന്നത്. അതേസമയം തന്നെ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നത് കേരളത്തിൽ കിലോമീറ്ററുകളോളം വനാതിർത്തിയുണ്ട്. പക്ഷേ അതിന് സംരക്ഷിക്കുന്നതിനായിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം തുലോം കുറവാണ്. അപ്പോൾ അത്തരം പരിമിതികളുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ വനപാലകർ എമ്പാടും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നത്. അവധി പോലും എടുക്കാതെ തങ്ങൾ സേവനം ചെയ്യുന്നു. പക്ഷേ അതൊന്നും ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നൊരു പരാതി കൂടി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പറയുന്നുണ്ട്. ഏതായാലും കോന്നി MLA KU ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ വനപാലകരോട് പെരുമാറിയ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ. വിശദീകരണം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അക്കാര്യങ്ങളിൽ എന്താണ് പറയുന്നത്? പലരുടെയും കസ്റ്റഡി അനധികൃതമാണെന്നാണല്ലോ ആരോപണമായി ഉയർന്നിരുന്നത്. അതിലെന്താണ് ഇവരുടെ നിലപാട്?
കോന്നി DFO ഈ ഒരു വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്, വിശദമായിട്ടുള്ള റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നാണ് കോന്നി DFO പറഞ്ഞിരിക്കുന്നത്. ഈ കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് 11-ലധികം ആളുകളെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉയർന്ന വൈദ്യുതാഘാതം ഏറ്റാണ് കാട്ടാന ചരിഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഈ സോളാർ ഫെൻസിങ് അവിടെയുണ്ട്, അതുപോലെ തന്നെ പ്രദേശവാസികൾ ആരെങ്കിലും വൈദ്യുത കമ്പിയിൽ കൂടി ഉയർന്ന തോതിലുള്ള വൈദ്യുതി കടത്തിവിട്ടോ എന്നൊരു സംശയം വനംവകുപ്പിനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.